കുവൈറ്റിന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ് നൽകിയ അഭിമുഖം വലിയ വലിയ ചർച്ചകൾക്ക് ഇടവെക്കുന്നുണ്ട്. വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ലീഗിനകത്ത് മാറ്റമുണ്ടാവുമെന്നാണ് ഫിറോസ് പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥികൾ കൂടുതൽ ഉണ്ടാകും. വനിതാ പ്രാതിനിധ്യം ഇല്ല എന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നതായും PK ഫിറോസ് പറഞ്ഞു. മതസംഘടനയല്ല മുസ്ലിം ലീഗ് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രതീക്ഷയിലൂടെ ചോദിക്കുന്നത്. BJP പോലത്തെ ഒരു പാർട്ടി ശക്തമായിട്ട് മുന്നിലോട്ട് വരികയാണ് എന്ന് നിങ്ങൾ പോലും ആശങ്കപ്പെടുമ്പോൾ ഞങ്ങൾ രാഷ്ട്രപതിയായിട്ട് നിർത്തുന്ന ഒരു സ്ത്രീയാണ് എന്നതടക്കം അവിടം തൊട്ട് അവർക്ക് പഞ്ചായത്ത് തലം വരെ പറയാൻ പറ്റും. ലീഗിൻ്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഒരു നോട്ടീസിൽ പോലും ഒരു സ്ത്രീയുടെ പടം പോലും ഉണ്ടാവാറില്ല. സ്വാഭാവികമായിട്ടും രണ്ട് കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഒന്ന് BJP സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അല്ല, അവരെല്ലാവരെയും മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കുറച്ച് സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേഷൻ കൊടുത്തുകൊണ്ട് BJPയുടെ മുഖം നന്നാകും, മുഖം മിനുക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകൾ ചെയ്താൽ പിന്നെ പുള്ളിയുടെ വരം അയച്ചതുകൊണ്ട് സ്വഭാവം നമുക്കൊരിക്കലും ലീഗിനകത്ത് മാറ്റം ഉണ്ടാവണം. ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു. അത് വളരെ ഒരു നല്ല ക്രിറ്റിസിസമാണ്. അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകണം, റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം, സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായങ്ങൾ പറയാവുന്ന വേദികളിലൊക്കെ പറയാറുണ്ട്. ലീഗിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ തലമുറ മാറ്റത്തിലേക്ക് കൂടിയാണ് ലീഗ് കടക്കുന്നതെങ്കിൽ ഇനി ഉറ്റുനോക്കുന്ന പേരുകളിൽ ഒരുപക്ഷെ പുതിയ മുഖങ്ങൾ വന്നേക്കാം. വരുമോ? ആ പുതിയ മുഖങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. വരും കാലങ്ങളിൽ കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരവേദിയിൽ അടക്കം അത് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്.